ചന്ദിരയിൽ നിന്നും തൃക്കരിപ്പൂർ വഴി ഒളവറ വരെയുള്ള പ്രധാന പാതയിൽ അനുബന്ധ സൗകര്യ വികസനം നടത്തുന്നതിന് പൊതുമരാമത്ത് വകുപ്പിൽ നിന്നും 1.5 കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചതായി എം രാജഗോപാലൻ MLA അറിയിച്ചു. ഇന്റർലോക്ക് നടപ്പാത, ഐറിഷ് ഡ്രെയിൻ കവർ സ്ലാബ്, ഹാൻഡ് റെയിൽ തുടങ്ങിയ പ്രവൃത്തികളാണ് 1.5 കോടി രൂപ വിനിയോഗിച്ച് നടത്തുക. ചന്ദേര ഒളവറ മെക്കാടം പാതയിൽ അനുബന്ധ സൗകര്യ വികസനത്തിനായാണ് 1.5 കോടിയുടെ ഭരണാനുമതിയായതെന്ന് എം രാജഗോപാലൻ MLA അറിയിച്ചു. 100 മീറ്റർ നീളത്തിൽ കാലിക്കടവ് മുതൽ തങ്കയം ജംഗ്ഷൻ വരെയുള്ള 16 പ്രധാന കേന്ദ്രങ്ങളിലാണ് നടപ്പാതയും ഹാൻഡ് റെയിലും സ്ഥാപിച്ചത്. തങ്കയം മുക്കിൽ ഇടയ്ക്കിടെ ഉണ്ടാകുന്ന അപകടങ്ങൾ കുറയ്ക്കുന്നതിന് മരങ്ങൾ മുറിച്ചുമാറ്റുകയും വൈദ്യുത തൂണുകൾ മാറ്റിസ്ഥാപിക്കുകയും വീതി വർദ്ധിപ്പിച്ച് ഇന്റർലോക്ക് ഉൾപ്പെടെയുള്ളവ സ്ഥാപിച്ച് അപകടം ഇല്ലാതാക്കാനുള്ള പ്രവൃത്തിയും ഇതിൽ ഉൾപ്പെടും. ഇതോടൊപ്പം സ്കൂൾ മേഖലയിലെ സുരക്ഷാ പദ്ധതിയിൽ ഉൾപ്പെടുത്തി തൃക്കരിപ്പൂർ ടൗണിൽ ഗവൺമെന്റ് VHSന് സമീപവും കൂലേരി ഗവൺമെന്റ് LP സ്കൂളിന് സമീപവും ടൈലോടുകൂടിയ നടപ്പാതയും ഹാൻഡ് റെയിലും സ്ഥാപിക്കുന്നതിന് 25 ലക്ഷം രൂപ കൂടി പൊതുമരാമത്ത് വകുപ്പ് അനുവദിച്ചിട്ടുണ്ടെന്നും MLA അറിയിച്ചു. ഇതിനു പുറമെ 2025-26 സാമ്പത്തിക വർഷത്തെ സംസ്ഥാന ബജറ്റിൽ അനുവദിച്ച 2 കോടി രൂപ വിനിയോഗിച്ച് കാലിക്കടവ് മുതൽ ഒളവറ വരെ അവശേഷിക്കുന്ന ഭാഗങ്ങളിൽ ഇന്റർലോക്ക് നടപ്പാത, കോൺക്രീറ്റ് നടപ്പാത, ഡ്രെയിനേജ് നിർമ്മാണം, ഡ്രെയിൻ കവർ സ്ലാബ് എന്നിവ സ്ഥാപിക്കാനുള്ള എസ്റ്റിമേറ്റ് തയ്യാറാക്കി സർക്കാരിൽ സമർപ്പിച്ചിട്ടുണ്ട്. 3 സ്കീമുകളിലായി 3.75 കോടി രൂപയുടെ പ്രവൃത്തികളാണ് നടക്കുക. എല്ലാം പൂർത്തിയാകുമ്പോൾ കാലിക്കടവ് മുതൽ ഒളവറ വരെ മിക്കവാറും എല്ലായിടത്തും ഇന്റർലോക്ക് കോൺക്രീറ്റ് നടപ്പാതകളും ഓവുചാലുകളും സ്ഥാപിക്കുമെന്നും MLA അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.